ഈ ചൈനയ്ക്കിത് എന്തിന്റെ കേടാ? കിട്ടിയതൊന്നും മതിയായില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നു. കോവിഡിന്റെ വരവോടെ ചതിയനെന്ന പേരും വീണു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു. മനുഷ്യാവകാശങ്ങളുടെ പേരിൽ UN സുരക്ഷാ കൗൺസിലിൽ കുഞ്ഞൻ രാജ്യങ്ങൾ വരെ പഴി പറഞ്ഞു തുടങ്ങി. എന്നിട്ടും ഇന്ത്യയോടുള്ള ചൊറിച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. എങ്കിൽ ആ ചൊറിച്ചിൽ മാറ്റിയിട്ട് തന്നെ കാര്യമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അരുണാചൽ അതിർത്തിയിൽ ചൈനീസ് പ്രകോപനത്തിന് പിന്നാലെ ഇവിടെ ഇന്ത്യ സുരക്ഷ ശക്തമാക്കുകയും സൈനികരെയും നിരീക്ഷണ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിൽ അവകാശവാദം ഉന്നയിക്കുന്ന ചൈന സംസ്ഥാനത്തെ 11 സ്ഥലങ്ങളുടെ പേര് പുനർനാമകരണം ചെയ്താണ് പുതിയ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത്. ചൈനീസ്, ടിബറ്റൻ, പിന്നിയൻ ഭാഷയിലാണ് പുതിയ സ്ഥലപ്പേരുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. സാങ്നം ടിബറ്റിന്റെ തെക്കൻ ഭാഗമെന്നാണ് ഈ സ്ഥലങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ 11 പേരുകൾ ചൈന പുറത്തുവിട്ടത്. കൃത്യമായ സ്ഥലവിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മൂന്നാം വട്ടമാണ് അരുണാചൽ പ്രദേശിലെ സ്ഥലപ്പേരുകൾ ചൈനീസ് സിവിൽ അഫയേഴ്സ് മിനിസ്ട്രി പുറത്തുവിടുന്നത്. ആദ്യ ബാച്ചായി 6 സ്ഥലപ്പേരുകൾ 2017 പുറത്തുവിട്ടിരുന്നു. 2021 രണ്ടാം ബാച്ചായി 15 സ്ഥലപ്പേരുകളും പുറത്തുവിട്ടു. 2021 രണ്ടാം ബാച്ചായി 15 സ്ഥലപ്പേരുകളും പുറത്തുവിട്ടിരുന്നു. ഇതാദ്യമായല്ല ചൈന ഇത്തരം നീക്കവുമായി വരുന്നതെന്നും അവരുടെ അവകാശവാദം ഇന്ത്യ തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി പ്രതികരിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പേരുകൾ മാറ്റാനുള്ള ശ്രമം നടത്തിയതുകൊണ്ട് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും ബാഗ്ചി പ്രസ്താവനയിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ അരുണാചൽ അതിർത്തി സംബന്ധിച്ച ഇന്ത്യ ചൈന തർക്കം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1962 ഇന്ത്യ ചൈന യുദ്ധാനന്തരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും പ്രശ്നങ്ങൾ ഇനിയും പറഞ്ഞു തീർത്തിട്ടില്ല. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നടത്തിയ ശ്രമങ്ങൾക്ക് ഇതുവരെ കാര്യമായ പുരോഗതിയുമില്ല. ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നതിനിടയിൽ ചൈനീസ് അതിർത്തി പെട്രോളിംഗ് പലപ്പോഴും നിയന്ത്രണ രേഖ മറികടക്കുന്നതും പതിവാണ്. അരുണാചൽ തന്നെയാണ് പ്രധാന തർക്ക വിഷയം. അരുണാചൽ പ്രദേശിനെ ദക്ഷിണ ടിബറ്റ് എന്നാണ് ചൈന വിളിക്കുന്നത്. ഈ ഭൂപ്രദേശം മുഴുവനായും തങ്ങളുടെ ഭാഗമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ത്യ ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അരുണാചൽ പ്രദേശ്. ലോകത്തിലെ ഭൂരിഭാഗം അതിർത്തി തർക്കങ്ങളെയും പോലെ ബ്രിട്ടീഷുകാർ നിശ്ചയിച്ച അതിർത്തി തന്നെയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള തർക്കങ്ങളുടെ മൂല കാരണം. 1913 ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായ ഷിംലയിൽ അതിർത്തി നിശ്ചയിക്കാൻ ചർച്ചകൾ ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യ, ടിബറ്റ്, ചൈന എന്നിവരുടെ പ്രതിനിധികളാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ചൈനയ്ക്കും ടിബറ്റിനുമിടയിൽ ടിബറ്റിനും ബ്രിട്ടീഷ് ഇന്ത്യക്കുമിടയിലുള്ള അതിർത്തി ബ്രിട്ടീഷ് പ്രതിനിധി സർ ഹെൻറി മക്മഹോൺ നിർണയിച്ചത്. എന്നാൽ ചൈനീസ് പ്രതിനിധി അവസാന ഘട്ടത്തിൽ ചർച്ചകളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതോടെ ഹെൻറി മക്മഹോൺ ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റും തമ്മിലുള്ള അതിർത്തി നിശ്ചയിക്കുകയും ടിബറ്റൻ പ്രതിനിധി അത് അംഗീകരിക്കുകയും ചെയ്തു. ടിബറ്റിനെയും ബ്രിട്ടീഷ് ഇന്ത്യയെയും വിഭജിക്കുന്ന രേഖ പിന്നീട് മക്മോഹൻ രേഖ എന്നറിയപ്പെട്ടു. ഇതാണ് ഇന്നും അതിർത്തിയായി ഇന്ത്യ അംഗീകരിക്കുന്നത്. എന്നാൽ ടിബറ്റ് എല്ലാ കാലത്തും തങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും അവർക്ക് സ്വന്തം നിലയിൽ മറ്റൊരു രാജ്യവുമായി ഉടമ്പടിയിലെത്താൻ അവകാശമില്ലെന്നാണ് ചൈന പിന്നീട് അവകാശപ്പെട്ടത്. സിംല കരാർ ഒപ്പുവെച്ചെങ്കിലും 2 പതിറ്റാണ്ടിന് ശേഷവും മക്മോഹൻ ലൈൻ നടപ്പിലാക്കാൻ ബ്രിട്ടീഷ് അധികാരികൾ ഒന്നും ചെയ്തില്ല. 1951 ഒക്ടോബർ വരെ ഇന്ത്യയും ചൈനയും അതിർത്തി പങ്കിട്ടിരുന്നുമില്ല. മാവോ സേതുങ് സ്ഥാപിച്ച പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഔദ്യോഗികമായി ടിബറ്റിനെ പിടിച്ചെടുത്തതോടെയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന അവസ്ഥ വന്നത്. 1959 ടിബറ്റിൽ ചൈനയുടെ നിയന്ത്രണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭമുണ്ടായി. അറസ്റ്റ് ഭയന്ന് ടിബറ്റൻ നേതാവ് ദലൈലാമ അതിർത്തി കടന്ന് തവാങ്ങിലേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് ധർമ്മശാലയിൽ ടിബറ്റൻ പ്രവാസ സർക്കാരും സ്ഥാപിച്ചു. ഇതിനെ ചൊല്ലി ഇന്ത്യയുമായി ഉരസലിലായിരുന്നു ചൈന. എന്നാൽ പ്രശ്നങ്ങൾ വഷളായത് 1962 ആ വർഷം ഒക്ടോബർ 20 ചൈനീസ് സൈന്യം തവാങ്ങിലേക്ക് കടന്ന് അതിർത്തിയിൽ വേണ്ടത്ര സജ്ജരായ ഇന്ത്യൻ സൈനികരെ ആക്രമിച്ചു. പിന്നാലെ ഏകപക്ഷീയമായ വെടിനിർത്തലും പ്രഖ്യാപിച്ചു. അതോടെ സൈന്യത്തെ മക്മോഹൻ രേഖയ്ക്ക് പിന്നിലേക്ക് മാറ്റി. തവാങ്ങിൽ നിന്നും ഇന്നത്തെ അരുണാചൽ പ്രദേശിൽ നിന്നും ചൈന സ്വമേധയാ പിൻവാങ്ങിയെങ്കിലും തന്ത്രപ്രധാനമായ അക്സായി ചിൻ അവരുടെ നിയന്ത്രണത്തിലാക്കി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം മാത്രമല്ല, രാഷ്ട്രീയവും ഭൂമിശാസ്ത്രപരവുമായ ഒട്ടനവധി ഘടകങ്ങൾ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഭൂപ്രദേശമാണ് അരുണാചൽ. ചൈന, ഭൂട്ടാൻ, മ്യാൻമർ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന അരുണാചൽ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ അറ്റത്ത് തന്ത്രപ്രധാന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യത്തിനു ശേഷവും നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസിയുടെ ഭാഗമായിരുന്നു അരുണാചൽ പ്രദേശ്. 1972 ജനുവരി 20
ഷില്ലോങ് ആസ്ഥാനമായി അരുണാചൽ കേന്ദ്രഭരണ പ്രദേശമായി. 2 വർഷത്തിനു ശേഷം തലസ്ഥാനം ഇറ്റാനഗറിലേക്ക് മാറ്റി. 1987 ഫെബ്രുവരി 20-ന് അരുണാചലിന് സംസ്ഥാന പദവി ലഭിച്ചു. തന്ത്രപ്രധാനമായ സംസ്ഥാനത്തിന് പുറമെ വനങ്ങൾ, ധാതുക്കൾ, ജലവൈദ്യുത പദ്ധതിക്ക് സാധ്യതയുൾപ്പെടെ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് അരുണാചൽ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും ഈ പ്രദേശത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ വലിയ പ്രാധാന്യമുള്ളതാണ്. വിവിധ ഗോത്രങ്ങളുടെ ജന്മഭൂമിയുമാണ് ഈ പ്രദേശം. ചൈനയുടെ ഭാഗത്തുനിന്ന് 1962-ലേതുപോലെ ഒരാക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള തന്ത്രപ്രധാനമായ സ്ഥലം കൂടിയാണിത്. ചൈന ഉയർത്തുന്ന സാധ്യമായ ഏത് ആക്രമണത്തെയും തടയാൻ വിവിധ തലത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കാനുള്ള മികച്ച സ്ഥലമാണിത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ അനുകൂല സാഹചര്യങ്ങൾക്ക് ഇന്ത്യക്ക് നിഷേധിക്കുന്നതിന് അരുണാചലിന് മേലുള്ള അവകാശവാദങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. വാസ്തവത്തിൽ അരുണാചൽ പ്രദേശിന് മേലുള്ള ചൈനയുടെ അവകാശവാദങ്ങൾ ഇന്ത്യക്ക് മാത്രമല്ല, ഭൂട്ടാനും സുരക്ഷാ ഭീഷണിയാണ്. ചൈനയുടെ പദ്ധതികളെ പരാജയപ്പെടുത്താൻ അതിർത്തിയിൽ ഇന്ത്യ റോഡ്, റെയിൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സൈനിക സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ ഇപ്പോൾ 4 വിമാനത്താവളങ്ങളുണ്ട്. മക്മോഹൻ ലൈനിന് സമീപം നിരവധി ഹെലിപാഡുകളുണ്ട്. ഇവയെല്ലാം ചൈനീസ് ഭീഷണി മുന്നിൽ കണ്ട് ഒരുക്കിയതാണ്. ഇന്ത്യ ചൈന അതിർത്തി വടക്ക് കിഴക്കൻ പ്രദേശത്ത് വേർതിരിക്കുന്നത് മക്മോഹൻ ലൈനാണ്. 1914 ഷിംല കരാർ പ്രകാരമാണ് ഈ അതിർത്തി നിലവിൽ വരുന്നത്. 3 പങ്കാളികളാണ് ഈ കരാറിലുണ്ടായിരുന്നത്. ഒരു ടിബറ്റൻ പ്രതിനിധി, ഒരു ഇന്ത്യൻ പ്രതിനിധി, ടിബറ്റിലുണ്ടായിരുന്ന ഒരു ചൈനീസ് പ്രതിനിധിയും. ഇന്ത്യ അന്നു മുതൽ അതിർത്തിയായി അംഗീകരിച്ചത് മക്മോഹൻ ലൈനാണ്. പക്ഷേ മക്മോഹൻ ലൈൻ ചൈന അംഗീകരിച്ചിട്ടില്ല. ബ്രിട്ടീഷിന്റെയും ടിബറ്റും തമ്മിലായിരുന്നു കരാർ എന്നതാണ് എതിർക്കാനുള്ള കാരണം. ചൈനയുടെ വാദപ്രകാരം അരുണാചൽ പ്രദേശ് മുഴുവൻ അവർക്ക് അവകാശപ്പെട്ടതാണ്. സ്വാതന്ത്ര്യം നേടിയ ശേഷം 75 വർഷമായി ഇന്ത്യയുടെ കൈവശമിരിക്കുന്ന ഭൂപ്രദേശമാണിതെന്ന കാര്യം ചൈന പലപ്പോഴും മറക്കുകയാണ്. സംഘർഷം ഒഴിവാക്കാൻ 2023 മാർച്ച് 14-ന് അമേരിക്കൻ സെനറ്റിൽ ഡെമോക്രാറ്റിക് സെനറ്റർ ജെഫ് മെർക്കലിയും റിപ്പബ്ലിക്കൻ സെനറ്റർ ബിൽ ഹാഗർട്ടിയും ചേർന്നൊരു ഉഭയകക്ഷി പ്രമേയം അവതരിപ്പിച്ചു. സെനറ്റിലെ ഇന്ത്യ കോക്കസിന്റെ സഹാധ്യക്ഷൻ ജോൺ കോറിൻ ഇതിനെ പിന്തുണച്ചു. ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി അംഗീകരിക്കാനും ദക്ഷിണേന്ത്യയിലെ ചൈനീസ് പ്രകോപനങ്ങളെ അപലപിക്കാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആ ഉഭയകക്ഷി പ്രമേയം. പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശന വേളയിൽ US സെനറ്റ് വിദേശകാര്യ സമിതി ആ ഉഭയകക്ഷി പ്രമേയം ചർച്ചയ്ക്കെടുത്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യമുള്ളതായിരുന്നു ആ പ്രമേയം. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈന വലിയ തോതിൽ സ്വാധീനം ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വളർന്നുവരുന്ന ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു നല്ല ചുവടുവയ്പായി ഈ പ്രമേയം സ്വാഗതം ചെയ്യപ്പെട്ടു. എന്നാൽ ഇത് അംഗീകരിക്കാതിരുന്ന ചൈന തുടർച്ചയായുള്ള പ്രകോപനം മേഖലയിൽ തുടരുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്.